പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഓയിൽ മാറിയിട്ട് അടുത്ത പ്രാവശ്യം ഈ സർവീസ് സെൻ്ററിൽ നിന്ന് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഓയിൽ മാറണ കുഴപ്പമില്ല. ഇത് ചിലർ സ്ഥിരമായിട്ട് പമ്പിൽ നിന്ന് തന്നെ ഓയിൽ മാറും. കാരണം കാര്യം പെട്ടെന്ന് കഴിയുമല്ലോ. ഇപ്പോൾ പണിത്തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഓയിൽ മാറണമെങ്കിൽ നേരെ പെട്രോൾ പമ്പിൽ കയറി ഓയിൽ മാറിയിട്ട് അങ്ങോട്ട് പോവാം, പെട്ടെന്ന് കാര്യം നടക്കും. അതിന് വേണ്ടി മിക്ക ആൾക്കാരും സ്ഥിരമായിട്ട് തന്നെ പമ്പിൽ നിന്ന് തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യണം. അവരറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഈ പമ്പിൽ നിന്ന് ഓയിൽ ചേഞ്ച് ചെയ്യണ മറ്റേ ഒരു മെഷീൻ ഉണ്ടല്ലോ, ഒരു ഹോസ് പോലത്തെ ഒരു സംഭവം, ഗ്യാപ്പ് തുറന്നിട്ട് അതിൻ്റെ അകത്തോട്ടിട്ട് വലിച്ചെടുക്കുകയാണ് സംഭവം. വലിച്ചെടുക്കുമ്പോൾ എന്താ, ഈ എൻജിൻ്റെ ഈ മുക്കുലും മൂലയൊക്കെ ബാക്കിയൊക്കെ ഓയിൽ അവിടെ തന്നെ കിടക്കും, പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരില്ല. അല്ല, കുറച്ച് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സർവീസ് സെൻറ്ററിൽ നിന്നൊക്കെയാണ് മാറണമെങ്കിൽ അടിയിൽ ക്യാപ്പ് വഴിയാണ് സാധനം ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ ഫിൽറ്ററും ഉണ്ട്, ഓയിൽ ഫിൽറ്ററും ഉണ്ടാവും. അതും വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടാണ് പൊട്ടം കളഞ്ഞിട്ടാണ് ഓയിൽ ചേഞ്ച് ചെയ്യണത്. അപ്പോൾ അത് രണ്ടും രാവും പകലും പോലെ നല്ല വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പമ്പിൽ നിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ സാധനം പെട്ടെന്ന് ഈ ഹോസ് വഴി ഈ മെഷീൻ വഴി വലിച്ചെടുത്ത് അപ്പം തന്നെ ഓയിൽ ചേഞ്ച് ചെയ്ത് വിടുകയാണ് ചെയ്യണം. ഇനി ഓയിൽ രണ്ടാമത് പുതിയ ഓയിൽ കയറ്റണമെങ്കിൽ വണ്ടി കുറച്ച് തണുക്കണം. വണ്ടി കുറച്ചുകൂടി ഒന്ന് ആ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറി ഒന്ന് ചെറിയൊരു തണുപ്പ് വന്നിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാവുന്ന എൻ്റെ അറിവ്. അങ്ങനെ ചെയ്യേണ്ടത്. ഇതല്ല, ഇത് അവരപ്പം തന്നെ വലിച്ചെടുത്ത് അപ്പം തന്നെ അടുത്ത ഓയിലും കയറ്റി വിടും. ശരിക്കും പറഞ്ഞാൽ പമ്പിൽ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ ഓയിലിൻ്റെ ശരിക്ക് ഓയിൽ പഴയ ഓയിൽ മൊത്തം പുറത്തേക്ക് പോകില്ല, അതിൻ്റെ അകത്ത് തന്നെ വണ്ടിയുടെ അകത്ത് തന്നെ കിടക്കും. ഈ ഓയിലിൻ്റെ അകത്തുള്ള ഈ മട്ടും സംഭവമൊക്കെ അവിടെ തന്നെ അടിഞ്ഞു കൂടി കട്ട ചെളി പോലെ അവിടെ ഇരിക്കും. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം അനുഭവം ഉണ്ടായതാണ്. ഞാൻ ഓയിൽ മാറാൻ ചെന്നപ്പോൾ എൻ്റെ ഓയിലിൻ്റെ ഫിൽറ്ററിൻ്റെ അവസ്ഥ നോക്കി. ഇതാണ് അവസ്ഥ. നല്ല കട്ട ഇതായിരുന്നു ഓയിൽ. ഞാൻ സ്ഥിരമായിട്ട് പമ്പിൽ നിന്ന് തന്നെ 2-3 പ്രാവശ്യം ഞാൻ ചെയ്തിരുന്നു, ഓയിൽ ചേഞ്ച് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ വർക്ക്ഷോപ്പിൽ കൊണ്ട് ചേഞ്ച് ചെയ്താണ് കാണുന്നത്. ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ നോക്കി, നിറച്ച് കട്ട പിടിച്ചിരിക്കുകയായിരുന്നു ഓയിലിൻ്റെ ആ മട്ട് ഇതൊക്കെ. കാരണം എന്താ, ഈ പമ്പിൽ നിന്ന് ചെയ്യുമ്പോൾ മൊത്തം ഓയിൽ പുറത്തേക്ക് പോകില്ല, അതിൻ്റെ അകത്ത് തന്നെ സംഭവം ഈ ഫിൽറ്റർ കുഴി പോലെ സംഭവം, അതിൻ്റെ അകത്ത് തന്നെ ഈ ഓയിൽ ഇങ്ങനെ അടിഞ്ഞ് കിടക്കും. ഈ ഓയിലിൻ്റെ പഴയ ഓയിലിൻ്റെ ഒരു കരിയും ഇതൊക്കെ ഉണ്ടല്ലോ, മട്ട് അതൊക്കെ അതിൽ തന്നെ അടിഞ്ഞ് കിടക്കും, അത് പോവുകയില്ല. നിങ്ങളിപ്പോൾ പമ്പിൽ നിന്ന് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എൻജിൻ അടിച്ചു പോകും. കാരണം ഈ സാധനം ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുകയാണ്. ഓയിൽ ഫിൽറ്റർ പെട്ടെന്ന് കേടുവരും. എൻജിൻ്റെ പഴയ ഓയിൽ പുതിയ ഓയിലും കൂടി പഴയ ഓയിലിൻ്റെ ഈ മട്ടും ഇതൊക്കെ ആയിട്ട് പുതിയ ഓയിൽ മിക്സായി വീണ്ടും ഇടങ്ങാറായി പോവുകയുള്ളൂ. അതുകൊണ്ട് പടച്ചവനെ ഓർത്ത് പമ്പിൽ നിന്ന് ചെയ്യണമെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്തു, പിറ്റത്തെ പ്രാവശ്യം വല്ല സർവീസ് സെൻ്ററോ വർക്ക്ഷോപ്പിലോ കൊടുത്ത് ചെയ്യിച്ചാൽ മതി കേട്ടോ. പണി വന്ന വഴി അറിയില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം.